കുട്ടികൾക്കും സ്ത്രീകൾക്കും പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി ഡോക്ടേഴ്സ് വ്യൂ. നമസ്കാരം. കായചികിത്സ എന്ന് പറഞ്ഞാൽ അഷ്ടാംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കായ ബാല ഗ്രഹ ഊർധ്വാംഗ ശല്യ ദംഷ്ട്ര ജര വൃഷൈഹി എന്നാണ് അഷ്ടാംഗഹൃദയകാരനായിട്ടുള്ള വാഗ്ഭടാചാര്യൻ കായചികിത്സയെപ്പറ്റി നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കായചികിത്സ എന്നതിൻ്റെ പ്രാധാന്യം. കായചികിത്സയുടെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ കായചികിത്സ നാമ സർവാംഗ സംസ്വിധാനം വ്യാധീനാം ജ്വര രക്തപിത്ത ശോഷ ഉന്മാദ അപസ്മാര കുഷ്ഠ മേഹ അതിസാരാധീനം ഉപശമനാർത്ഥം. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സകല വ്യാധികളെയും കായചികിത്സാ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. ഉദാഹരണത്തിന് ജനങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള ജ്വരം, പകർച്ചപ്പനികളൊക്കെ മഴക്കാലത്തിനോടനുബന്ധിച്ച് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പലതരം പനികളെ പറ്റി ചികിത്സിക്കുന്ന ഒരു വിഭാഗമാണ് കായചികിത്സ. മാത്രമല്ല ഇന്ന് കണ്ടുവരുന്ന മിക്ക ഡിസീസുകളും, അതായത് ലിവർ ഡിസോർഡേഴ്സ്, ഒബിസിറ്റി, ഡയബറ്റീസ്, റീനൽ ഡിസോർഡേഴ്സ് എന്ന് തുടങ്ങുന്ന എല്ലാത്തരം രോഗങ്ങളെയും പറ്റി ചികിത്സിക്കുന്ന ഒരു വിഭാഗമാണ് കായചികിത്സാ വിഭാഗം. അതിൽ തന്നെ ഇന്ന് നമ്മൾ കാണാറുണ്ട്, സാധാരണ പ്രായമായവരിൽ കാണുന്ന അസുഖങ്ങൾ പലതും ഇന്ന് ചെറുപ്പക്കാരെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് നമ്മൾ പണ്ട് ഒരു 60 വയസ്സിന് ശേഷമുള്ള ആൾക്കാരോട് ചായയിൽ പഞ്ചസാര ഇടണോ എന്ന് വരെ നമ്മൾ ചോദിക്കാറുള്ളൂ. പക്ഷേ ഈ ചോദ്യം നമ്മൾ ഇന്നത്തെ ചെറുപ്പക്കാരോട് പോലും ചോദിക്കേണ്ട ഒരവസ്ഥയായിട്ടുണ്ട്. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഏറ്റവും അധികം യുവജനങ്ങളെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള ലിവർ ഡിസോർഡേഴ്സ്, അത് ആൽക്കഹോളിസം കൊണ്ടുണ്ടായിട്ടുള്ള ലിവർ ഡിസോർഡേഴ്സ് ഉണ്ട്, നോൺ ആൽക്കഹോളിസം, അതായത് ആൽക്കഹോളിസം മദ്യം തീരെ ഉപയോഗിക്കാത്ത ആൾക്കാരിലും ഇപ്പോൾ ലിവർ ഡിസോർഡേഴ്സ് കണ്ടുവരുന്നുണ്ട്. അതായത് ഒട്ടുമിക്ക യുവജനങ്ങളിലും ഇപ്പോൾ ഫാറ്റി ലിവർ ഡിസോർഡേഴ്സ് സാധാരണയായിട്ട് കണ്ടുവരുന്നു. അത് പിന്നീട് ഹെപ്പാറ്റൈറ്റിസിലേക്കും അത് പിന്നീട് സിറോസിസിലേക്കും ശേഷം മരണത്തിലേക്കും വരെ വഴിതെളിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഈ ഒരു മേഖലയുടെ ഈ ഒരു രോഗങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി അവയെ നന്നായി ചികിത്സിക്കാൻ ആയുർവേദത്തിലൂടെ കഴിയും. വേറൊരു വിഭാഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, അതായത് തൊഴിലില്ലായ്മ ചെറുപ്പക്കാരെ ഏറ്റവും അധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ ഈ തൊഴിലില്ലായ്മ യുവാക്കളെ ഫ്രസ്ട്രേഷനിലേക്കും അതിനെ തുടർന്ന് സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡേഴ്സ് അഥവാ ലഹരി ഉപയോഗത്തിലേക്കും വഴിതെളിക്കാറുണ്ട്. ഇതിനെ തുടർന്ന് അവർക്ക് പലതരം സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള ഡിപ്രഷനും പലതരത്തിലുള്ള സ്കിസോഫ്രീനിയ, OCD തുടങ്ങിയ പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ ഇവർക്കുണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒരു പരിധിവരെ ആയുർവേദത്തിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കും. രോഗത്തിൻ്റെ പ്രാരംഭാവസ്ഥയിൽ തന്നെ രോഗിയെ ഡോക്ടറിന് മുന്നിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് അസുഖത്തിൻ്റെ തീവ്രത ഒരളവ് വരെ പരിഹരിക്കാൻ സാധിക്കും. ചെയ്യേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ സമൂഹം മനോരോഗിയോടുള്ള സമീപനം മാറ്റണം എന്നതാണ്. ഒരിക്കൽ ഒരാൾക്ക് മനോരോഗം വന്നു കഴിഞ്ഞാൽ അയാളെ എന്നേക്കും അയാളുടെ ഉന്മാദാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ലോക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭ്രാന്ത് നിലനിൽക്കും എന്നുള്ള സമൂഹത്തിൻ്റെ സമീപനം തീരെ ശരിയല്ല. മാനസിക രോഗിക്ക് അധികം പിന്തുണ സമൂഹം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല മാനസിക രോഗിക്ക് ഈ ഒരു അസുഖം ഉണ്ടാകാനിടയുള്ള സാഹചര്യങ്ങളെ തീർത്തും ഒഴിവാക്കേണ്ടതാണ്. മാനസിക രോഗിയുടെ ശാരീരിക ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങളും സമൂഹവും അതുപോലെ തൊഴിലിടങ്ങളിലും എല്ലാം അയാൾക്ക് വേണ്ടത്ര മാനസിക പിന്തുണ നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇതിനു പുറമെ അയാൾക്ക് വേണ്ടത്ര ആഹാരം, ശരിയായ പോഷണത്തിലുള്ള ആഹാരം ശരിയായിട്ടുള്ള അളവിൽ അയാൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ചെറുപ്പക്കാർ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കാം. പല കോർപ്പറേറ്റ് കമ്പനികളും പലതരം ടാർഗറ്റും ചെറുപ്പക്കാർക്ക് മുന്നിൽ വയ്ക്കുന്നു. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാനുള്ള നെട്ടോട്ടത്തിനിടയിൽ അവർ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നു. അതിനുശേഷം അവരൊരു 12 മണിയാകുമ്പോഴേക്കും അവർക്ക് വിശന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരൊരു മൈദയും കൊഴുപ്പും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡെല്ലാം ജങ്ക് ഫുഡ് അവർ കഴിക്കുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് ഹെവി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി പോലെയുള്ള ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ അവർ കഴിക്കുന്നു. ഈവനിങ് ടൈമിൽ ഒരു 4 മണിക്ക് ഒരു സ്നാക്സും അതും മൈദയും കൊഴുപ്പൊക്കെ അടങ്ങിയിട്ടുള്ള ആഹാരമായിരിക്കും. അവസാനം ഈ ജോലികളെല്ലാം തീർത്ത് അവർ വീട്ടിലേക്ക് മടങ്ങുമ്പോഴേക്കും 11 മണിയായിരിക്കും. 11 മണി കഴിഞ്ഞിട്ട് ഒരു 12 മണിയോട് കൂടി ആഹാരം കഴിച്ച് അതും വല്ല ഹെവി ആയിട്ടുള്ള പുറത്തുനിന്ന് വാങ്ങിച്ച ആഹാരവും അജിനോമോട്ടോ കലർന്ന ആഹാരവും മൈദ കലർന്ന ആഹാരമൊക്കെയാവും അവർ കഴിക്കുന്നുണ്ടാവുക.
അതിനുശേഷം അവരപ്പം തന്നെ കിടന്നുറങ്ങുന്നു. ഈ ഒരു ട്രെൻഡാണ് നമ്മുടെ സമൂഹത്തിൽ യുവാക്കൾക്കിടയിൽ കണ്ടുവരുന്നത്. ഈ ഒരു ട്രെൻഡ് തന്നെ ധാരാളം മതി ഇവരെ അസുഖങ്ങളിലേക്ക് നയിക്കാൻ. അപ്പോൾ ഈ ഒരു പ്രവണത നമ്മൾ മാറ്റി ആയുർവേദത്തിലെ ദിനചര്യ, ഋതുചര്യ പോലെയുള്ള ചര്യകൾ അനുഷ്ഠിക്കണം. ആയുർവേദത്തിലൂടെയുള്ള ചര്യകൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മാനസിക രോഗം എന്നല്ല ഒരു തരത്തിലുള്ള രോഗവും ജനങ്ങൾക്കുണ്ടാവില്ല. അതായത് ബ്രാഹ്മമുഹൂർത്തത്തിൽ, അതായത് ഒരു 4 മണി 4:30 സമയത്തൊക്കെ സൂര്യൻ ഉദിക്കുന്നതിന് അല്പം മുമ്പ് എഴുന്നേൽക്കുക. എഴുന്നേറ്റ ഉടനെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് കുളിക്കുക. അതിനുശേഷം അവനവൻ്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിനു പുറമെ മോഡേൺ മെഡിസിനൊക്കെ പറയുന്നതിനപ്പുറം ഉള്ള ഓരോരുത്തരോട് എങ്ങനെ സംസാരിക്കണം, പെരുമാറണം എന്നുള്ള കാര്യങ്ങൾ വരെ പണ്ടത്തെ ആചാര്യന്മാർ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതായത് ഒരാളോട് പൂർവാഭിഭാഷി സുമുഖോ സുശീല എന്നാണ് പറഞ്ഞത്. അതായത് ഒരാളെ ആദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അങ്ങോട്ട് വിഷ് ചെയ്യുക. അത് ഗുരുവാണെങ്കിൽ ഗുരുവിനെ ആദ്യം വിഷ് ചെയ്യുക. അങ്ങനെയുള്ള ചില നല്ല പെരുമാറ്റങ്ങളും ആയുർവേദത്തിലൂടെ അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആയുർവേദത്തിൽ രോഗങ്ങളെ ഇപ്പോൾ നിലനിൽക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ നല്ലൊരു രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുമാതിരി ഇനിയത്തെ ജനറേഷനെങ്കിലും ഒരു പുതുതലമുറയെ, ആരോഗ്യമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കാനും ആയുർവേദത്തിലൂടെ കഴിയും എന്ന് എനിക്ക് നിസ്സംശയം പറയാനാകും. ഇന്ന് വിദ്യാർത്ഥികളിൽ അധികവും കണ്ടുവരുന്നത് ആങ്സൈറ്റി ഡിസോർഡേഴ്സാണ്, അഥവാ ഉത്കണ്ഠ രോഗമാണ്. അതായത് പരീക്ഷ അടുക്കുന്ന വേളകളിൽ ഞാൻ പഠിച്ചതൊക്കെ പരീക്ഷയ്ക്ക് മര്യാദയ്ക്ക് എഴുതാൻ പറ്റുമോ, ഓർമ്മ ശരിക്ക് വരുമോ എന്നൊക്കെ അധികം ആലോചിച്ച് വേവലാതിപ്പെടുന്നു. അതിനു പുറമെ പാരൻസിനും കുട്ടികളിൽ ഈ അസുഖം ഉണ്ടാകുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പാരൻസ് എപ്പോഴും ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി കമ്പയർ ചെയ്യുകയും അങ്ങനെ ഒരാളുടെ മാർക്കിനെ മറ്റൊരാളുടെ മാർക്കുമായിട്ട് തുലനം ചെയ്യുന്നത് മൂലം ഈ കുട്ടിക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം വളരെയധികമാണ്. അതുപോലെ ഒരു കുട്ടി ഒരു പരീക്ഷയിൽ തോറ്റു അല്ലെങ്കിൽ കോപ്പി അടിച്ചു, അതിൻ്റെ പേരിൽ പുറത്താക്കി, അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ മെൻ്റൽ ഹാരാസ്മെൻറ്റ് പാരൻസ് അടക്കം കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാനസിക സമ്മർദ്ദം കടുത്ത വിഷാദത്തിലേക്കും അതുപോലെ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് വരെ കുട്ടിയെ നയിച്ചേക്കാം. അതുകൊണ്ട് പാരൻസും ഫ്രണ്ട്സും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരാൾക്ക് പഠനത്തിൽ അല്പം പുറകോട്ടാണെങ്കിൽ അയാളെ ഒരിക്കലും കളിയാക്കരുത് എന്നുള്ള വസ്തുതയാണ്. ലോകത്തിൽ ഉന്നത സ്ഥാനം വഹിച്ചവരെല്ലാം നന്നായി പഠിച്ച ആൾക്കാർ മാത്രമല്ല, ജീവിത വിജയം കരസ്ഥമാക്കിയ ആൾക്കാർ അനവധിയുണ്ട്. അവരെല്ലാവരും പഠന മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചവർ മാത്രമല്ല ജീവിത വിജയം കൈവരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പാരൻസും ഫ്രണ്ട്സും എല്ലാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതുമാതിരി ചില കുട്ടികൾക്ക് ഫോബിയ എന്നുള്ള അസുഖം കണ്ടുവരുന്നുണ്ട്. അതായത് സോഷ്യൽ ഫോബിയ, അതായത് സഭകളിൽ സംസാരിക്കാനുള്ള പ്രയാസം, മറ്റുള്ളവർ തന്നെ കളിയാക്കുമോ കുറ്റപ്പെടുത്തുമോ എന്നുള്ള തോന്നൽ, ഇതൊക്കെ ഫോബിയകളിൽ പെടുത്താവുന്നതാണ്. വേറൊരു ചിലർക്ക് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഡിസോർഡേഴ്സ് പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ്, അതായത് ഹോസ്റ്റലിലൊക്കെ കുട്ടികളെ, ദൂരസ്ഥലത്തു നിന്നുള്ള കുട്ടികളെ ഹോസ്റ്റലിലൊക്കെ കൊണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും പാരൻസിനെ വിട്ടു നിൽക്കുന്നത് മൂലമുണ്ടാകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് കുട്ടികളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നു. ഇതിനൊക്കെ പുറമെ പലരിലും മൂഡ് ഡിസോർഡേഴ്സ് കണ്ടുവരുന്നുണ്ട്. മൂഡ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ മാനിയ, ഡിപ്രഷൻ രണ്ടും കൂടി കലരുന്ന ബൈപ്പോളാർ ഡിസോർഡേഴ്സ് തുടങ്ങിയവയാണ് മൂഡ് ഡിസോർഡേഴ്സ്. അതായത് മാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഉള്ളതിലും അധികമുള്ള ഒരു ഉന്മാദാവസ്ഥ. മാനിയയ്ക്ക് തന്നെ പലതരത്തിലുള്ള സ്റ്റേജുകളുണ്ട്. അതായത് ഒരു സാധാരണ സ്റ്റേജിനേക്കും അപ്പുറമായിട്ട് എക്സ്പ്രഷൻസ്, അധികമായിട്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കുക, അതുപോലെ വളരെ ഒരു അവസരോചിതമല്ലാതെ പെരുമാറുക, അധികമായിട്ട് സംസാരിക്കുക, ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള പൈസയൊക്കെ എടുത്തിട്ട് സാധാരണ എല്ലാവർക്കും ദാനം ചെയ്യുക, അങ്ങനെയുള്ള ചില പ്രകടനങ്ങളൊക്കെ നടത്തുക, അതൊക്കെ മാനിയയ്ക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ഇതിന് നേരെ വിപരീതമാണ് ഡിപ്രഷൻ്റെ അവസ്ഥ. ഡിപ്രഷൻ ഉള്ള പേഷ്യൻസിന് പലപ്പോഴും നിരാശയിലേക്ക് കൂപ്പുകുത്തിയ ആൾക്കാരായിരിക്കും. അവർക്ക് പലപ്പോഴും ഇനി ഭാവിയെ പറ്റിയുള്ള നെഗറ്റീവ് തോട്ട്സ്, ഇനി ഞാൻ എന്താ ചെയ്യുക, എൻ്റെ ഭാവി മുഴുവൻ ഇങ്ങനെയായിപ്പോയി തുടങ്ങിയ നിരാശാ ചിന്തകളും, അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണത വരെ ഇവർക്കുണ്ടാവും. അതുപോലെ ഉറക്കക്കുറവ്, വിശപ്പ് കുറവ്, പെസിമിസ്റ്റിക് തോട്ട്സ്, അതായത് നെഗറ്റീവ് തോട്ട്സ്, ഇതൊക്കെ ഇവരിൽ ധാരാളം കണ്ടുവരുന്നു. ഇത് രണ്ടും ഇടകലർന്ന അവസ്ഥയാണ് ബൈപ്പോളാർ ഡിസോർഡേഴ്സ്, അഥവാ മാനിയയും ഡിപ്രഷനും ഇടകലർന്നു വരുന്ന അവസ്ഥയാണ് ബൈപ്പോളാർ ഡിസോർഡേഴ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പേഷ്യൻറ്റിന് നോർമലായിട്ടുള്ള സ്റ്റേജ് ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു അസുഖവും സാധാരണ ജനങ്ങളിൽ കണ്ടുവരുന്നു. മനോവിജ്ഞാൻ ഏവം മാനസരോഗ എന്ന ഈ ശാസ്ത്രശാഖയിൽ മനോരോഗികൾക്ക് സാന്ത്വനം തരുന്നതിന് പുറമെ ഇനി ഈ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളും സ്വീകരിക്കപ്പെടുന്നു.